ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചെടി കണ്ടോ, ഇത് എന്നത്തിൻ്റെ തൈയാണെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ പറഞ്ഞു തരാം. ഇത് നമ്മുടെ സ്ട്രോബെറിയുടെ ഒരു തൈയാണ്. ഇനി ഇത് മാത്രമാണ് ഈ തോട്ടത്തിൽ അവശേഷിക്കുന്നത്. കത്തുന്ന ചൂടായിരുന്നില്ലേ, എല്ലാ ചെടികളും ഉണങ്ങി കരിഞ്ഞ് നഷ്ടപ്പെട്ടതിന് ശേഷം ഇത് എവിടെയോ ഇങ്ങനെ മറ്റു ചെടികളുടെ അടിയിലോ തണലത്തോ നിന്നതുകൊണ്ട് രക്ഷപ്പെട്ട് കിട്ടിയതാണ്. ഇനി ഇവനെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി നട്ട് രക്ഷപ്പെടുത്തി എടുക്കണം. നഷ്ടപ്പെടാതെ മാറ്റി നടുന്നത് എങ്ങനെയാണെന്ന് ഞാനിന്ന് കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് അതികഠിനമായ വെയിൽ വന്നാലും അല്ലെങ്കിൽ തുടർച്ചയായ മഴ വന്നാലും സ്ട്രോബെറിക്ക് പറ്റത്തില്ല. അപ്പം നമുക്കതിനെ മാറ്റി എവിടേക്കെങ്കിലും മഴ കൊള്ളാത്തിടത്തേക്ക്, കണ്ടമാനം വെയിലടിക്കാത്തിടത്തേക്ക് മാറ്റി വയ്ക്കണം. അങ്ങനെ നമുക്ക് മാറ്റി വയ്ക്കണമെങ്കിൽ നമ്മൾ ഗ്രോ ബാഗിലോ പാത്രത്തിലോ വളർത്തുന്നതാണ് നല്ലത്. ഞാൻ ഈ ചട്ടിയാണ് നട്ടുപിടിപ്പിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. പാത്രം ഏതായിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രെയിനേജ് ഹോളാണേ. നല്ലവണ്ണം അധികമായി വരുന്ന വെള്ളം വാർന്നു പോകുന്നതിനാവശ്യമായിട്ടുള്ള ഡ്രെയിനേജ് ഹോൾ ഉണ്ടോ എന്നാണ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത്. അപ്പോൾ ഇതിന് നല്ല പോലെ 4 ഡ്രെയിനേജ് ഹോളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്നാ ചെയ്യുന്നത്, ഈ ഡ്രെയിനേജ് ഹോളിനെ ഒരു ഓടിൻ്റെ കഷ്ണമോ ഇഷ്ടികയുടെ കഷ്ണമോ ഉപയോഗിച്ച്, സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നമുക്കിതിനെ മൂടി വെക്കാവേ. അപ്പോൾ ഇങ്ങനെ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ട്രോബെറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിൽ വളരുന്ന വേരുകളില്ല. അപ്പം നമുക്ക് ഈ പാത്രം സ്ട്രോബെറി വളർത്താൻ ധാരാളം മതി. പിന്നെ അത്യാവശ്യത്തിന് ഇതിനൊരു വാവട്ടവുമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പാത്രത്തിനകത്ത് നട്ടുപിടിപ്പിക്കാം. അപ്പം ഞാൻ ഇത് നട്ടുപിടിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പോട്ടിംഗ് മിക്സ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ പോട്ടിംഗ് മിക്സിനകത്തെ കല്ലോ കട്ടയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതങ്ങ് മാറ്റിക്കളയാം. വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയതൊക്കെയാണെങ്കിൽ സാരമില്ല. അപ്പോൾ അത്തരത്തിലുള്ള കല്ലുകളൊക്കെ നമുക്കങ്ങോട്ട് മാറ്റിയിട്ട് ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് കുറച്ച് ചകിരിച്ചോറാണേ. ഈ ചകിരിച്ചോറ് ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പോട്ടിംഗ് മിക്സിൻ്റെ വായു സഞ്ചാരം കൂട്ടും. അത് മാത്രമല്ല, മണ്ണിൻ്റെ നനവിനെ നിലനിർത്താനും ഇതിന് സാധിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ചകിരിച്ചോറിട്ടു. പിന്നെ വേറെ ഒരു ഗുണം കൂടെ ഉണ്ട്, ഈ പോട്ടിംഗ് മിക്സിൻ്റെ വെയിറ്റും കുറച്ച് തരും. അപ്പം ഞാൻ ഈ ചകിരിച്ചോറിട്ടു. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചെയ്യുന്നത്, ഇത് നമ്മുടെ കൂട്ടുവളമാണേ. അപ്പം ഞാൻ കുറച്ച് കൂട്ടുവളം ഇതിനകത്തേക്ക് ഇടുക. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഇളക്കി ചേർക്കാം. കണ്ടോ, ഇത് നല്ലവണ്ണം ഇളക്കി ചേർത്ത് വെക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സാധനം കൂടി ഇടാവേ. ഇത് കുറച്ച് സ്യൂഡോമോണാസ് ആണേ. അപ്പം രോഗങ്ങളൊന്നും വരാതിരിക്കാനും അതുപോലെ ചെടിക്ക് നല്ല വളർച്ച കിട്ടാനും ഒക്കെ നല്ലതാണ്. അപ്പം നമ്മൾ കുറച്ച് സ്യൂഡോമോണാസും കൂടെ ചേർത്തു. ഈ പാത്രത്തിലേക്ക് വേണം നമുക്ക് സ്ട്രോബെറി തൈയെ മാറ്റി നടാൻ. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് ആദ്യം കുറച്ച് ഉണങ്ങിയ ഇലകൾ ഇടുവാണേ. അപ്പം നമ്മൾ ഈ ഉണങ്ങിയ ഇലകൾ കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞ് കിട്ടാനും, പിന്നെ ഉണങ്ങിയ ഇലകളെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അഴുകി അത് നല്ല വളമായി മാറും. നമ്മുടെ പാത്രത്തിന് കനം കുറഞ്ഞിരിക്കുകയും ചെയ്യും. മണ്ണിൻ്റെ അളവൊക്കെ കുറഞ്ഞ് കിട്ടും. അങ്ങനെ പല ഗുണങ്ങളുണ്ട് നമ്മൾ ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുത്താൽ. ഇത് നല്ലൊരു വളവുമാണ്. അപ്പം ഞാൻ ഏകദേശം നിറച്ച് തന്നെ ഈ ഉണങ്ങിയ ഇലകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. ചെറിയ കമ്പുണ്ട്, ഈ കമ്പുകളുടെ ഒന്നും ആവശ്യം ഇന്നത്തില്ല. അപ്പം ഞാൻ ഇതേപോലെ ഉണങ്ങിയ ഇലകളൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഈ പാത്രം കൊണ്ട് വാരി കുറച്ച് പോട്ടിംഗ് മിക്സ് ഇടുവാണേ. കല്ലാണെങ്കിൽ നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇതുപോലെ. അപ്പം നോക്കിക്കേ, പാത്രം നിറഞ്ഞ പോലല്ലേ ഇരിക്കുന്നത്. അങ്ങനെ ഇനി വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതങ്ങ് അമർന്നു പോവുകയെ. കാരണം ഇതിനടി മുഴുവനും കിടക്കുന്നത് ഉണങ്ങിയ ഇലകളാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് നനച്ച് വെക്കാം. ഇനി ഞാൻ ഇത് നല്ലതുപോലെ ഒന്ന് നനച്ച് കൊടുക്കുവാണേ. അപ്പോൾ ഇതിനകത്ത് ഇട്ട പോട്ടിംഗ് മിക്സ് നല്ലോണം നനയും. ഇതിനകത്തോട്ട് താഴെ കൂടെ വെള്ളം വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഉണ്ടോ, അധികമായിട്ടുള്ള വെള്ളം വാർന്നു വരുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ, നമുക്കിതിനകത്തേക്ക് മാറ്റി നടാനുള്ള ചെടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഈ ചെടിയെ നമുക്ക് പിഴുതെടുക്കണം. അതിൻ്റെ വേരുകളൊന്നും പൊട്ടിപ്പോകാതെ വേണം. കാരണം നമുക്ക് അവശേഷിക്കുന്നത് ഈ ഒരു ചെടി മാത്രമാണ്. ഇതും കൂടെ പോയാൽ തീർന്നു. അപ്പം ഞാൻ എൻ്റെ മണ്ണ് നല്ലവണ്ണം താഴ്ത്തിയിട്ട് ഇതിനെ പൊക്കിയെടുക്കാൻ നോക്കുവാണേ.
കണ്ടോ ഇങ്ങനെ ദേ ഇപ്പം മണ്ണോട് കൂടി നമുക്ക് ഇതിനെ പൊക്കിയെടുക്കണം. കണ്ടല്ലോ, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, വേരൊന്നും പോയിട്ടില്ല, അതേപടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നതിനാണെന്നറിയോ, ഈ ചെടിയെ ഇങ്ങനെ തന്നെ ഈ പാത്രത്തിൻ്റെ മുകളിലോട്ട് വെക്കുവാണേ. കണ്ടോ, ഇങ്ങനെ തന്നെ ഇതിനെ നമ്മളങ്ങോട്ട് വെച്ചു. ഈ പുല്ലിൻ്റെ അറ്റമൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിന്നാൽ പിന്നെ നമുക്ക് ശല്യമാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇതിന് നെകക്കെ ഈ ക്രൗൺ എന്ന് പറയുന്ന ഭാഗം അറിയാമല്ലോ, ഈ വേരും ഇതുപോലെ ഇതിൻ്റെ മുകളിലത്തെ ഇലയും കൂടെ ചേരുന്ന ഭാഗമാണേ. അതൊരു കാരണവശാലും മണ്ണിനടിയിലായി പോകരുത്. അപ്പോൾ ഇതേപോലെ ഞാനിതൊന്ന് അമർത്തി വെച്ചതിന് ശേഷം ബാക്കി പോട്ടിംഗ് മിക്സ് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ, ഇങ്ങനെ നമ്മൾ പോട്ടിംഗ് മിക്സ് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇതിനെ നമ്മളിവിടെ ഉറപ്പിക്കും. കണ്ടോ, അപ്പോൾ ചെടി പോലും അറിഞ്ഞിട്ടില്ല നിന്ന സ്ഥലത്തു നിന്ന് നമ്മളിവനെ പൊക്കിക്കൊണ്ട് വന്ന കാര്യം കേട്ടോ. അങ്ങനെ നമ്മളിതിനെ ഇവിടെ ഉറപ്പിച്ചു വെക്കും. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നതെന്നറിയോ, ഈ ചെടിയുടെ ചുവട്ടിൽ മൾച്ചിങ് കൊടുക്കണം. മൾച്ചിങ് എന്ന് പറഞ്ഞാൽ പുതയിടുന്നതാണ്. അത് നമുക്ക് ഉണങ്ങിയ ഇലകൾ വെച്ചിട്ടോ ഉണങ്ങിയ കമ്പുകൾ വെച്ചിട്ടോ കച്ചി ഉപയോഗിച്ചിട്ടോ, സ്ട്രോ ബെറി എന്നാണ് പറയുന്നത്, സ്ട്രോ കച്ചിയാണ്, കച്ചിയുടെ പീസുകൾ മുറിച്ചിട്ടാലും മതി. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് മൾച്ചിങ് ചെയ്ത് കൊടുക്കുക. ഈ മൾച്ചിങ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് കളകൾ വരാതിരിക്കും, പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ചുവട്ടിൽ തണുപ്പും നനവും നിലനിൽക്കും. പക്ഷേ വെള്ളം കെട്ടി നിൽക്കത്തില്ല. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ സ്ട്രോബെറിയുടെ വേരുകൾ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, പക്ഷേ നനവില്ലാതാകാനും പാടില്ല. കണ്ടമാനം ഉണങ്ങിപ്പോയാലും നമ്മുടെ ചെടി നഷ്ടമായി പോകും. ഞാനിവിടെ ഈ ചെടി മൾച്ച് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഇതുപോലത്തെ തടിയുടെ ചെറിയ കഷ്ണങ്ങളാണ്. ഇത് തടി പ്ലെയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ചെടിയുടെ ചുവട്ടിൽ ഇങ്ങനെ കൂന കൂട്ടി പാത്രത്തിന് മുകളിൽ കവിഞ്ഞ് നിൽക്കുന്നത് പോലെ ഉണ്ടെങ്കിലും നമ്മളത് പേടിക്കണ്ട. ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് മുഴുവനും ഉണങ്ങിയ ഇലകളല്ലേ. അവർ വെള്ളം വീണ് കുതിർന്ന് അഴുകി തുടങ്ങുമ്പം ചെടിക്ക് നല്ലോണം ഇരുത്തം വരും. അപ്പോൾ ഈ മൾച്ചിങ് നമ്മളിങ്ങനെ ചെയ്തു കൊടുത്താൽ വേറെ ഒരു ഗുണം കൂടെ ഉണ്ട്, ചെടിയുടെ ചുവട് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കണം. കാരണം വേറൊരിടത്ത് നിന്നിരുന്ന ചെടിയാണ്, അതിന് ഈ പാത്രത്തിനകത്തെ മണ്ണുമായിട്ട് യോജിച്ച് വളരാൻ തുടങ്ങണം. അതിന് നമുക്ക് നല്ലതുപോലെ നനവ് കിട്ടുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ഈ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. ഇങ്ങനെ നല്ലോണം ഒഴിച്ച് ഈ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ നനവ് നിലനിർത്തും. ഇങ്ങനെ നമ്മൾ മാറ്റി നട്ടതിന് ശേഷം 2, 3, 4 ദിവസത്തേക്കിന് തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. അങ്ങനെ ചുവട് പിടിച്ചതിന് ശേഷം ഞാൻ വിചാരിക്കുന്നത് ഇതേപോലെയുള്ള ഭാഗത്ത് ഇതിനെ തൂക്കിയിട്ട് വളർത്തണം എന്നാണ്. ഈ സ്ട്രോബെറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ സൂര്യപ്രകാശം വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് നിന്നിരുന്നാൽ മാത്രമേ നല്ലതുപോലെ കായ്കൾ ഉണ്ടാകുകയും വലിയ കായ്കൾ ഉണ്ടാകുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ തൂക്കിയിടാനായിട്ട് ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക് കയർ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5-2 അടി നീളത്തിലുള്ള കയറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ അതിവിടോട്ട് ഇതിലോട്ട് കെട്ടിയിടും. കണ്ടോ, ഇതേപോലെ കൊണ്ടുവന്ന് ഞാൻ ചെയ്യുന്ന പണിയാണ് ഇതേ. അപ്പം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഇതിനകത്തൂടെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതേ കൂടെ ഒന്ന് ഉടക്കി താഴേക്ക് വലിക്കുക ചെയ്യുന്നത്. അപ്പം നല്ല മുറുകിയിരിക്കും കെട്ട്. കണ്ടോ, അഴിഞ്ഞു പോകത്തേയില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലോട്ട് തൂക്കിയിടാനായിട്ടൊരു ഇതേപോലത്തെ ഒരു സാധനം ഇതിലോട്ട് ഞാൻ കൊളുത്തിയിടും. ഈ 2 വള്ളിയിലും കൂടെ കണ്ടോ, ഇങ്ങനെ കൊളുത്തിയിട്ടിട്ട് നമ്മുടെ ചട്ടി എടുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് വെക്കുക ചെയ്യുന്നത്. കണ്ടോ കണ്ടോ, ഇങ്ങനെ വെച്ചാൽ ഇവൻ ഇവിടെ കിടന്ന് വളർന്നോളും. പക്ഷേ ഇന്നത്തെ ദിവസം തന്നെ നമ്മളിതിങ്ങനെ വെക്കണമെന്നില്ല, തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. ചുവട് പിടിച്ചതിന് ശേഷം മാത്രം ഇതേപോലെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. കാരണം നമുക്കൊരു പ്രത്യേക കാര്യമുണ്ട്, ഇത് നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് കിട്ടിയെങ്കിലേ പറ്റത്തുള്ളൂ. ഇനി ഇതിവിടെ നിന്ന് നല്ലോണം ചുവട് പിടിച്ച് വളർന്ന് തുടങ്ങിക്കഴിയുമ്പോൾ ഇതിനെങ്ങനെയാണ് വെള്ളം കൊടുക്കേണ്ടത്, എങ്ങനെയാണ് വളം കൊടുക്കേണ്ടത്, ഇതിന് പിടിക്കുന്ന കീടങ്ങളെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് വന്നിരുന്നൊരു കമൻറ്റാണേ, നമ്മുടെ പച്ചക്കറി തോട്ടം മുഴുവനായിട്ട് കാണിക്കാവോ എന്നാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഞാനിതൊരു ദിവസം കുറച്ചധികം സമയം വേണ്ടി വരുന്നതാണ്,
ഞാനിത് ഒരു ദിവസം വ്യക്തമായിട്ട് കാണിച്ചു തന്നാൽ നിങ്ങളിൽ ആർക്കൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പഴുത്ത പാവയ്ക്കയും കൂടെ വിളവെടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്യും എന്നോടൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വിത്തുകൾ എടുത്തിട്ട് പുതിയ ചെടികളാക്കി വളർത്തിയെടുക്കാം. അതുപോലെ ഈ പഴുത്ത പാവയ്ക്ക, പഴുത്തു തുടങ്ങിയ പാവയ്ക്കാണെങ്കിലുണ്ടല്ലോ, പാവയ്ക്ക തീയൽ വയ്ക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രോബെറി നട്ടുപിടിപ്പിക്കൽ കഴിഞ്ഞു. ഇപ്പം നമ്മൾ നട്ടുപിടിപ്പിച്ചാലേ സ്ട്രോബെറിയുടെ സീസൺ ആകുമ്പോൾ നമുക്ക് നല്ലോണം തൈകളെ കൂടുതൽ ഉണ്ടാക്കിയെടുത്ത് നട്ടു വളർത്തി സ്ട്രോബെറി പഴങ്ങൾ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.